ബി.ജെ.പിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പിനെ നേരിട്ടവരിൽ ഏറ്റവും അധികം പരിഹാസം ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു വ്യക്തിയായിരുന്നു സുരേഷ് ഗോപി. തൃശൂരിനെ ഞാനിങ് എടുക്കുക എന്ന അദ്ദേഹത്തിന്റെ പരാമർശം വർഷങ്ങളായി എതിരാളികൾ അദ്ദേഹത്തിനെതിരെ ഉപയോഗിക്കുകയായിരുന്നു. എന്നാൽ ഒടുവിൽ തൃശൂർ അദ്ദേഹത്തെ അങ്ങെടുത്തു. കേരളത്തിലെ ആദ്യത്തെ ബി.ജെ.പി. ലോക്സഭാംഗമായി വൻപിച്ച ഭൂരിപക്ഷത്തിൽ, അതായത് 75,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ തൃശൂർ സുരേഷ് ഗോപി എടുത്തു. തൃശൂരിനെ തന്റെ കിരീടമായി നെറ്റിയിലണിയുന്നു എന്നാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞത്. തൃശൂർ ഞാൻ ഇപ്പോഴും എടുത്തിട്ടില്ല. തൃശൂർ അവരെനിക്ക് തന്നു, അത് എൻ്റെ ഹൃദയത്തിലേക്ക് വന്നിരിക്കുന്നു. ഇനി ഞാൻ അത് തലയിൽ വെക്കും. ഞാൻ എന്ത് കിരീടമാണോ ലൂർദ് മാതാവിന് കൊടുത്തത്, അതേ ഡിസ്ക്രിപ്റ്റിലുള്ള അതേ നറേറ്റീവിലുള്ള ഒരു കിരീടമായിട്ട് തൃശ്ശൂരിനെ ഞാൻ എൻ്റെ തലയിലെടുത്ത് വെക്കുന്നു. നെറ്റിപ്പട്ടം കെട്ടി ഇടം വെച്ച് ഞാൻ കൊണ്ടു നടക്കും. ഈ തെരഞ്ഞെടുപ്പിലെ മറ്റേത് സ്ഥാനാർത്ഥിയുടെ വിജയത്തെക്കാളും ഏറെ തിളക്കമുണ്ട് സുരേഷ് ഗോപിയുടെ വിജയത്തിന്. രാഷ്ട്രീയ എതിരാളി എന്നതിലുപരി UDF-ഉം LDF-ഉം മാധ്യമങ്ങളും സുരേഷ് ഗോപിക്കെതിരെ വ്യക്തി അധിക്ഷേപങ്ങൾ ഉൾപ്പെടെ നടത്തിയിരുന്നു. മാധ്യമപ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയെന്ന് കുപ്രചരണങ്ങൾ നടത്താൻ ഉൾപ്പെടെ നടത്തിയ ശ്രമങ്ങളെയെല്ലാം അതിജീവിച്ച് സുരേഷ് ഗോപി നടന്നു കയറിയിരിക്കുന്നത് തൃശ്ശൂരുകാരുടെ ഹൃദയത്തിലേക്കാണ്. എന്നാൽ താൻ തൃശ്ശൂരിന്റെ മാത്രമല്ല, കേരളത്തിന്റെ MP ആയി പ്രവർത്തിക്കുമെന്നാണ് അദ്ദേഹം നൽകുന്ന വാക്ക്.